കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. ഇവിടുത്തെ നേതൃത്വം വീട്ടിയായ അധ്യാപകരായ എത്രത്തോളമാണ് നമ്മുടെ വിദ്യാലയങ്ങളെ നമ്മുടെ കുട്ടികളെ കെയർ ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്നത്തെ വിദ്യാർത്ഥികൾ സ്കൂളിൽ പറഞ്ഞിരിക്കുമ്പോൾ ഒരുപാട് ആശങ്കകളെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണേണ്ടത് സാധാരണ രീതിയിൽ പറയുമ്പോൾ മൊബൈലിൽ 16 ഐറ്റംസ് ഒരു കുട്ടിയുടെ നമുക്ക് പ്രോജക്റ്റുള്ള സ്കൂളായിരുന്നു. ആ രീതിയിലേക്ക് വലിയ മോശം സംശയിക്കേണ്ടത് എല്ലാവർക്കും എത്തിക്കൊള്ളുന്നില്ല. എല്ലാവരും പറഞ്ഞതുപോലെ വർഷം പൂർത്തിയായി ഗുണമാകുന്നത് ഈ അധ്യാപകർക്കൊപ്പം നടന്നതിൽ മാത്രം നമ്മുടെ കുട്ടികൾക്ക് വേണ്ട സാംസ്കാരികമായി വിദ്യാഭ്യാസപരമായ എത്താൻ കഴിയും. അതിന് ഇവിടെ എല്ലാ രക്ഷിതാക്കളും നമ്മുടെ ഈ സ്കൂളിൽ വിദ്യാർത്ഥികളെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സംഘടന ഉണ്ടാകുന്നുണ്ട്. ആ രീതിയിൽ എല്ലാ രക്ഷിതാക്കളും ഇന്നുണ്ടെങ്കിൽ മാതൃക അധ്യാപകർക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും. സ്ത്രീകളുമാണ് വേണ്ടത്. അത് ഇലക്ഷൻ പ്രോസസ്സിലേക്ക് പോകേണ്ട കാര്യമില്ല. വന്നിട്ടുള്ള പേരുകൾ അബ്ദുൾ ഗഫൂർ, വിജി, ജിജി, ഫസീല 3 പേരുടെ പേര് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അവിടെ ഇലക്ഷന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും മുൻകൂട്ടി ഞങ്ങൾ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. സ്ത്രീ കമ്മിറ്റിയിലേക്ക് വേണ്ടത് നമുക്ക് പേര് നിർദ്ദേശിക്കപ്പെട്ടത് വന്നിട്ടുള്ളത് ഒന്ന് സലീം കടവൻ, ഷമീർ പി, 2 പേര് ഒരു പുരുഷനാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. ബിനി AR, ഹസീന PM 2 സ്ത്രീകളുടെ നാമനിർദ്ദേശം കൂടിയുണ്ട്. ഇതിൽ ആരെങ്കിലും പിൻവാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ പേര് ഇതിൽ നിന്ന് മാറ്റാം. അല്ലെങ്കിൽ ഇലക്ഷൻ പ്രോസസ്സിലേക്ക് നമുക്ക് പോകാം. ഇപ്പൊ രക്ഷിതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടിയുടെ അച്ഛനല്ല, അമ്മയല്ല, ബന്ധുവാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഉടനെ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരം ആശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുൻപേ അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. അതിലെ ഒരു കുറ്റമറ്റ രീതിയിൽ നമുക്ക് ഇലക്ഷൻ നടത്താൻ സാധിച്ചു. ഇതിന് ആവശ്യമായിട്ടുള്ള രക്ഷിതാക്കളുടെ പ്രതിനിധികളെ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ